لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله محمدًا عبده ورسوله أرسله بالهدى والمشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد بعد فإن خير الكلام كلام الله عليه وسلم أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. പ്രിയമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും മഹത്തായ ഈ ഇടത്തിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വളരെ പ്രൗഢമായ ഒന്നിലധികം പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഞാൻ സമ്മേളനത്തിന് വന്നൊരാളാണ്, പ്രസംഗിക്കാൻ വന്ന ആളല്ല, സമ്മേളനത്തിന് വന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കട്ടെ. മഹത്തായ ഈ സദസ്സിൽ ഒത്തൊരുമിച്ചതുപോലെ നാളെ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. റബ്ബിന്റെ അനന്തകോടി ആ അനുഗ്രഹങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
അനുഗ്രഹങ്ങളിൽ പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നല്ലാഹു ഐനൈൻ വഹദൈനാഹു നജ്ദൈൻ അലം له عينين മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ രണ്ടു കണ്ണുകൾ നാം അനുഗ്രഹമായി നൽകിയില്ലയോ വലിസാനം വശഫതൈൻ സായാനുള്ള നാവും ആ സംസാരം എളുപ്പമാക്കും രണ്ടുകൾ നിൽക്കുകയോ ഭൗതിക ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന വളരെ പ്രസക്തമായ അനുഗ്രഹങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് റബ്ബിന്റെ ചോദ്യമാണത്. രണ്ട് കണ്ണുകൾ അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്താണ്. ആ രണ്ട് കണ്ണുകൾ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അല്ലാഹു കൊടുത്തു. കാണാൻ അല്ലാഹു തന്ന അനുഗ്രഹമാണത്. ഇനി ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊടുത്തിട്ടില്ലെങ്കിലോ അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഇന്നല്ലാഹ ഖാല ഇദ്ബതലൈതു അബ്ദീ ബിഹബീബതൈ ഫസബറ അവ്വൽതുഹു മിൻഹുൽ ജന്ന യുരീദു ഇലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് പറഞ്ഞു, റബ്ബ് പ്രഖ്യാപിച്ചു ഇദ്ബതലൈതു അബ്ദീ ബിഹബീബതൈ ആ രണ്ട് കണ്ണിന്റെ കാര്യത്തിൽ എന്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ ആ പരീക്ഷണത്തിൽ ഫസബറ മിൻഹുൽ ജന്ന അതിന് പകരമായി നാം രണ്ട് കണ്ണല്ലാഹു ഒരാൾക്ക് കൊടുത്തില്ല. ഈ ഒറ്റ വിഷയത്തിൽ മനുഷ്യർ നൽകുന്നുണ്ട് കണ്ണ് എന്ന അനുഗ്രഹം. അലം നജഅൽ ലഹു ഐനൈൻ രണ്ട് കണ്ണു സാരം എളുപ്പമാക്കാൻ കൊണ്ട് ചോദിച്ചു വഹദൈനാഹു എന്ന് അല്ലാഹു പഠിപ്പിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു എപ്പോഴാണ് ആവശ്യമായി വരുന്നത്? ഒരു യാത്രക്കാരനാണ് ആവശ്യമായി വരുന്നത്. യാത്ര പോകാത്ത ഒരാൾക്ക് വഴി വേണ്ട, അവന് വഴിയുടെ ആവശ്യമില്ല. ഒരു യാത്രക്കാരനാണ് എപ്പോഴും വഴി ആവശ്യമായി വരുന്നത്. മനുഷ്യനോടല്ല പറയാണ്, മനുഷ്യരെ നിങ്ങൾക്ക് മുന്നിൽ നാം രണ്ട് വഴികൾ തുറന്നിട്ടില്ലയോ എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് വലിയ അർത്ഥമുണ്ട്. ആ ചോദ്യത്തിന് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. മനുഷ്യൻ അവന്റെ മുന്നിൽ വഴി തുറന്നു കിടക്കുന്നു എന്ന് പറയുമ്പോ മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ യാത്ര ഓർമ്മിപ്പിക്കൽ അതിലുണ്ട്. ആ യാത്രക്ക് വഴി ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കലുമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും യാത്രക്കാരാണ് എന്നാണ്. ഞാൻ ഏതൊരു മനുഷ്യനും അവന്റെ ആയുഷാകുന്ന വാഹന പുറത്തേറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ വാഹനം നമ്മുടെ ഉംറാണ്, നമ്മുടെ ആയുസാണ്. അലാസപസവം കരിച്ചു തീർത്തുകൊണ്ട് എരിച്ചു തീർത്തുകൊണ്ട് നിരമാക്കിക്കൊണ്ട് കുതിച്ചു പായുന്ന ആ ആയുസാലത്തിൽ ഓരോ രാവും ഓരോ പകലും ഞാനും നിങ്ങളും സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ്. ഇന്നത്തെ പകലിൽ വലിയ സന്തോഷമായിരുന്നു, ഇന്നത്തെ രാത്രിയിലും വലിയ സന്തോഷത്തിലാണ്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും
ആർത്തുല്ലസിച്ചും ഓരോ ദിവസങ്ങളും ഓരോ രാത്രികളും കൊഴിഞ്ഞു പോകുമ്പോ ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ ഖബരി, ഈ ദുനിയാവിൽ അകന്നകന്ന് നമ്മൾ ഇന്നകന്നകന്ന് ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ ഖബരി, ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും ഓരോ സെക്കൻഡുകൾ നമ്മുടെ ജീവിതത്തിൽ കൊഴിയുന്തോറും നമ്മൾ ഐഹിക ലോകത്തിൽ നിന്ന് അകന്നകന്ന് നമ്മുടെ ആയുഷ് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് തീർന്ന് അവസാനം ആ ഖബറിലേക്ക് നാം മുഖം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങി, ആ യാത്രയുടെ അവസാനം നമ്മുടെ ഖബറിലാണ്. തൊട്ടിലിൽ നിന്ന് തുടങ്ങിയ യാത്ര, ആ യാത്ര അവസാനം ചെന്ന് അവസാനിക്കുന്നത് ആ ഖബറിലാണ്. ഖബർ വരെയുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. ഈ യാത്രയിൽ രണ്ട് വഴികൾ നമുക്ക് തിരഞ്ഞെടുക്കാം. രണ്ട് വഴിയിലൂടെ നമ്മുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്ന്, നീതിയുടെയും ന്യായത്തിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അതേ സിറാത്തുൽ മുസ്തഖീം എന്ന് പരിചയപ്പെടുത്തപ്പെട്ട പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ചു പോയ നേരായ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, നേരിന്റെ പാതയാണ്. രണ്ടാമത്തെ വഴിയോ അധർമ്മത്തിന്റെ, അനീതിയുടെ, കൊള്ളരുതായ്മയുടെ, ചതിയുടെ, വഞ്ചനയുടെ, പിടിച്ചുപറിയുടെ, അതുപോലെ തന്നെ പലിശയുടെ, കൊള്ളരുതായ്മയുടെ ആ ദുഷിച്ച വഴിയാണ്. ബിദ്അത്തിന്റെ ളലാലത്തിന്റെ മാർഗമാണ്, ശിർക്കിന്റെ പാത. ത്തിലേക്കാണ്. രണ്ട് വഴിയിലൂടെ മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഇസ്ലാം. ഐഹിക ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നേരിന്റെ വഴി അവലംബിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. ആ നേരിന്റെ വഴി എങ്ങനെയാണ് അവലംബിക്കാൻ സാധിക്കുക? പോയവരുടെ പിന്നാലെ പോകാനാണെന്ന് പറഞ്ഞത്. നേരിന്റെ പാതയിലൂടെ നടന്നുപോയവരാരാണ്? ശരിയായ വഴിയിലൂടെ നടന്നുപോയവരാരാണ്? സിറാത്തുൽ മുസ്തഖീമിലൂടെ നടന്നുപോയവരാരാണ്? ഖുർആൻ അവരെ പരിചയപ്പെടുത്തി. അവരാണ് അമ്പിയാക്കൾ, അവരാണ് നബിമാർ. അതുകൊണ്ടാണ് ഖുർആൻ അവരെ നോക്കി പറഞ്ഞത് വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാ വഇതാഅസ് സകാ വകാനൂ ലനാ ആബിദീൻ. ഖുർആൻ പറയുകയാണ് വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ, നിശ്ചയമായും നാം അവരെ നേതാക്കളാക്കി. ആരെ? അമ്പിയാക്കളെ നേതാക്കളാക്കി, ഇമാമികളാക്കി. നമ്മുടെ ഇമാമുമാർ അമ്പിയാക്കളാണ്, നമ്മുടെ മുന്നിൽ നിൽക്കേണ്ടവൻ അമ്പിയാക്കളാണ്, നമ്മൾക്ക് വഴി കാണിച്ചു തരേണ്ടത് അമ്പിയാക്കളാണ്. അതുകൊണ്ട് തന്നെ വജഅൽനാഹും അഇമ്മ, അവരെ നാം നേതാക്കളാക്കി എന്ന് ഖുർആൻ. ആ പ്രവാചകൻ ആ പ്രവാചകൻ ഒരു വില്ലരണം ലോകത്തിൽ റബ്ബ് പറയാണ് അവർക്ക് നാം വഴി കാണിച്ചു കൊടുത്തത്, നാം കൽപ്പിച്ച പ്രകാരമാണ് അവർ വഴി നടന്നതെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ അമ്പിയാക്കൾക്ക് ഒരിക്കലും വഴിപിഴക്കൂല, അമ്പിയാക്കൾക്ക് വഴിതെറ്റൂല. അതുകൊണ്ട് ലോകത്തോട് നമ്മൾ പറയണം, ലോകത്തോട് നമ്മൾ പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കേണ്ടത്? യാ ഖൗം ഇത്തബിഉ അജ്റൻ വഹും മുഹ്തദൂൻ. ലോകത്തോട് നമുക്ക് പറയാനുള്ള സന്ദേശം അതാണ്. ഈ സമ്മേളനം വേറൊന്നും നമുക്ക് ലോകത്ത്, വേറെ ഒരു കാര്യവും നമുക്ക് ലോകത്തോട് പറയാനില്ല. എന്തല്ലാതെ യാ ഖൗമോ, ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റു ജനങ്ങളെ. നിങ്ങളോടൊന്നും ചോദിക്കാതൊരു കൂലിയും
നേരിന്റെ വഴി നിങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ച് കടന്നുപോയ പ്രവാചകന്മാർ, അവരെ പിൻപറ്റു ജനങ്ങളെ വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗ്ഗികൾ, അവരാണ് നേരായ മാർഗത്തിലൂടെ പോയവർ, അവരെ നിങ്ങൾ പിൻപറ്റൂ എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ടവരാണ് മുജാഹിദുകൾ. ചുറ്റുപാടുകളോട് ഇത് പറയുക. വല്ല കൂലിക്കാരും നമുക്ക് തരുന്നതിനേക്കാളും ഹൈറായ വഴി ഇതാണ്, നാം നിർവഹിക്കേണ്ട ഡ്യൂട്ടി അതാണ്. കൂട്ടരെ, ഭൗതിക ലോകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് ജയിക്കുവാനുള്ള മാർഗങ്ങൾ നാം അന്വേഷിക്കാണ്. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പല ഉത്തരം ജീവിക്കണ്ടേ, ജീവിക്കുവാനുള്ള തിരക്കിലാണ് നമ്മളെല്ലാം. വീട്ട് നെട്ടോട്ടം ഓടുന്നവരാണ്. അതിന് സമയത്തിന് സമയമുണ്ടോ? സമയമില്ലല്ലോ. നമ്മൾ ബിസിയായത് അന്വേഷിക്കണമെന്നല്ല, വിഷയമാക്കി തന്നവൻ അള്ളയാണ്. അതിൽ നിന്ന് നിങ്ങളുടെ മടക്കച്ചിട്ട് ആ ഭൂമിയിൽ നമ്മെ ജീവിക്കുവാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, പടച്ചിറപ്പ് നമ്മെ വിഷമിപ്പിച്ചിട്ടില്ല. ഭൂമിയിലേക്ക് ജീവിക്കുവാൻ അല്ലാഹു നമ്മെ പറഞ്ഞു വിടുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ട് അന്ന് തന്നെ പറഞ്ഞത് എന്താണ്? വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ വിഭവങ്ങൾ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു പരിധി വരെയുള്ള താവളമായി ഉപയോഗിക്കാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആവശ്യമായത് സർവ്വതും അവിടെ നാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുകയാണ്. പടച്ചിറപ്പ് എന്നെ സൃഷ്ടിക്കുമ്പോ, പടച്ചിറപ്പ് നിങ്ങളെ സൃഷ്ടിക്കുമ്പോ നമുക്ക് ആവശ്യമായത് റബ്ബ് സുബ്ഹാനഹു വ തആല തരികയാണ്. എനിക്കുള്ള ഓഹരി റബ്ബ് നീക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ഓഹരി റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി വെച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന പരകോടി മനുഷ്യർക്കുള്ള വിഭവങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, പടച്ചിറപ്പിന്റെ കോടാനകോടി ജീവജാലങ്ങൾക്കുള്ള അന്നം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശാലമായ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ യഅലമു മുസ്തഖറഹാ വ മുസ്തൗദാഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിൽ ഒരു ജീവിയുമില്ല ഇല്ല അലല്ലാഹി റിസ്ഖുഹാ. അതിന്റെ അന്നം അല്ലാഹ് ഖുർആൻ പറയുമ്പോ കുരുവികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ മരച്ചില്ലകളിൽ കൂടുകൂട്ടിയ ചെറിയ കുരുവികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ സൂര്യോദയം നടക്കുമ്പോ ആ കിഴക്ക് നിന്ന് കിഴക്കിന്റെ ചക്രവാളത്തിൽ നിന്ന് സൂര്യോദിച്ചു പൊന്തുമ്പോ ആ അരണ്ട വെളിച്ചത്തിൽ ആ മരച്ചില്ലകളിൽ കൂടുകൂട്ടിയ ചെറിയ കുരുവികൾ ആ കൂട്ടിൽ നിന്ന് പറന്നുയരുമ്പോ അത് പോകുന്നത് കാലിയായ വയറുമായിട്ടാണ്, വിശന്നൊട്ടിയ വയറുമായിട്ടാണ്. കാലിയായ വയറുമായിട്ട് പോകുന്ന ആ പക്ഷി മടങ്ങി വരുന്നത് നിറഞ്ഞ വയറുമായിട്ടാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ നമ്മുടെ മരച്ചില്ലയിൽ കൂടുകൂട്ടിയ ആ ചെറിയ കുരുവിക്കുള്ള അന്നം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ ഒരു ജീവിയുമില്ല, അതിന്റെ അന്നം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ ഈ ഉറച്ച ഈമാൻ നമുക്കുള്ള കഴിവ് കൊണ്ട് ഞാൻ സമ്പാദിച്ചു എന്ന് പറയല്ല, എന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് ഞാൻ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കണ്ട. നമുക്ക് കിട്ടിയതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അവന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ബുദ്ധി കൊണ്ടാണ് ഒരുത്തൻ സമ്പാദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കഷ്ടപ്പാട് കൊണ്ടാണ് ഒരുത്തൻ സമ്പാദിക്കുന്നതെങ്കിൽ, ഈ ലോകത്തെ ഏറ്റവും അധികം വിദ്യാസമ്പന്നരായ ആളുകൾ കോടീശ്വരന്മാരാകേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെയാണല്ലോ, അങ്ങനെയാണോ ലോകത്ത് നടന്നത്? ഒരിക്കലുമല്ലല്ലോ. എത്ര എത്ര എഡ്യൂക്കേറ്റഡ് ആയ വിദ്യാസമ്പന്നരായ ആളുകളാണ് ഉപജീവന മാർഗം എവിടെയാണ്
എവിടെയാണെന്നറിയാതെ ഇന്റർവ്യൂവിൽ നിന്ന് ഇന്റർവ്യൂകളിലേക്ക് അതേ തേരാപ്പാര ഓടിക്കൊണ്ടിരിക്കുന്നത്, കെട്ടുകണക്കിന് അതേ സർട്ടിഫിക്കറ്റുകളുടെ ഫയലുമായിട്ട് ഒരു ഓഫീസിൽ നിന്ന് അടുത്ത ഓഫീസിലേക്ക് ഓടുകയാണ് ആര്? MBA പാസ്സായവൻ. അതുപോലെ തന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നേടിയവനെന്നാൽ ഒന്നും പേരെഴുതി ഒപ്പിടാൻ പോലും അറിയാത്തവൻ മുതലാളിയാണ്. സ്വന്തം പേരെഴുതി ഒപ്പിടാൻ പോലും അറിയാത്ത മുതലാളിയുടെ PA, ആ മുതലാളിയുടെ സെക്രട്ടറി ആരാണ്? സ്വന്തം പേരെഴുതി ഒപ്പിടാൻ അറിയാത്ത മുതലാളിയുടെ സെക്രട്ടറി MBA പാസ്സായവൻ. മനസ്സിലാക്കണം, ഇതാണ് ലോകത്തിന്റെ അവസ്ഥയെങ്കിൽ ഇത് കണ്ടുകൊണ്ട് അതേ മനുഷ്യന്റെ ബുദ്ധി പകച്ചുപോയത് മാത്രമല്ല, വിവരമുണ്ടെന്ന് കരുതിയ പല ആളുകളും സിന്ദീഖുകളായി മാറിപ്പോകാൻ കാരണം ഇതാണ് എന്ന് അതിനെ സംബന്ധിച്ച് ചിന്തിച്ച ആളുകൾ നമുക്ക് മുന്നിൽ പറഞ്ഞു തരുമ്പോൾ, കൂട്ടരെ, ഭൗതിക ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമായത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കുള്ളത് അളന്ന് കണക്കാക്കിയിട്ടുണ്ട്. അതാരും കൊണ്ടുപോകൂല. ഈ അനസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് ഒരാളും കട്ടുകൊണ്ടുപോകൂല, ഒരാൾക്കും തട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു കണക്കാക്കിയത് ഒട്ടും കൂട്ടാതെ കുറക്കാതെ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതനുഭവിക്കാതെ നിങ്ങൾ മരിക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ മനസ്സിലാക്കണം, അല്ലാഹു കണക്കാക്കി ഓഹരി ഭൗതിക ലോകത്ത് നമുക്കുണ്ടെന്ന് പറയുമ്പോ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അതേ നാം ഫോളോ ചെയ്യണം, ആകണം. അവിടെ ഒരു തടസ്സവും ഉണ്ടാൻ അവിടെ ഒരു തരത്തിലും വിഷമമുണ്ടാകാൻ പാടില്ല. അവിടെ നമുക്ക് യാതൊന്നും തടസ്സമാകാൻ പാടില്ല. ആ വിഷയത്തിൽ നമ്മുടെ കച്ചവടം നമുക്ക് തടസ്സമാകരുത്. ആ വിഷയത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് തടസ്സമാകരുത്. ആ വിഷയത്തിൽ നമ്മുടെ ഇടപാടുകൾ നമുക്ക് തടസ്സമാകരുത്. നേരെ മറിച്ച് പ്രവാചകന്മാരുടെ പിന്നാലെ നടന്നോ, പ്രവാചകന്മാരുടെ പിന്നാലെ പോയിക്കോ എന്ന് അല്ലാഹു നമ്മോട് കൽപ്പിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അമ്പിയാക്കളുടെ പിന്നാലെ നാം പോവുകയും പോകുന്ന പോക്കിൽ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട് ജനങ്ങളെ വിളിക്കുകയും ചെയ്യണം. എവിടേക്ക് വിളിക്കണം? വരൂ ജനങ്ങളെ, യാഖൗം ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റൂ എന്നുറക്കെ വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് അതിനാണ് ആളില്ലാത്തത്. ഇന്ന് അതിനാളില്ല. ആ മാർഗത്തിലേക്ക് വിളിക്കാൻ ആളില്ല. ഉള്ള ആളുകൾ പിരിഞ്ഞു പോവുകയാണ്. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. ഈ രംഗത്ത് പല ജാതി പരീക്ഷണങ്ങളുടെ ചില മോഡലുകളെ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തരുന്നു മുജാഹിദുകളെ. ചില മോഡലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ധൈര്യത്തിന് വേണ്ടി നമുക്ക് ആവേശമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മോഡലുകളെ പരിചയപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ കലാമിൽ. അവർക്ക് കാണുകയും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നാട് ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഒരു നാടിനെ നോക്കി പറയുകയാണ്, താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്ക് നബിയേ, അഥവാ അന്തോഖി എന്ന രാജാ അൽ മുർസലൂൻ, ആ നാട്ടിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞു വിടുന്നു, മുർസലീങ്ങളെ പറഞ്ഞു വിടുന്നു. എന്തിനാ മുർസലീങ്ങൾ ലോകത്ത് കടന്നു വന്നത്? എന്തിനാണ് അമ്പിയാക്കൾ ലോകത്ത് കടന്നു വന്നത്? അല്ലാഹുവിനെ കുറിച്ച് പറയാനാണ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ച് പറയാനാണ്, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവനെ കുറിച്ച് പറയാനാണ്, നമുക്ക് അന്നം നൽകുന്ന റസാഖായ മാലിക്കുൽ മുലൂക്കായ രാജാധിരാജനായ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണേ ജനങ്ങളെ എന്ന് പറയാനാണ് ലോകത്ത് അമ്പിയാക്കൾ കടന്നു വന്നതെങ്കിൽ, അന്തോഖി എന്ന രാജ്യത്തേക്ക് അമ്പിയാക്കൾ കടന്നു വന്നുകൊണ്ട് ആ നാട്ടുകാരെ ിലേക്ക് ക്ഷണിക്കുകയാണ്, ദീനിലേക്ക് ക്ഷണിക്കുകയാണ്, തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരാളായിരുന്നു അവിടേക്ക് വന്നത്, ഒരു പ്രവാചകനായിരുന്നു വന്നത് അല്ല. ഇത് അർസൽനാ തൗഹീദും
ആ രണ്ടുപേരെയും ആ നാട്ടുകാർ കളവാക്കി കളയുമ്പോ മൂന്നാളുകളും കൂടി അന്തോഖി എന്ന രാജ്യം, ഞങ്ങൾ മുർസലീങ്ങളാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിന്റെ മാർഗം കാണിച്ചു തരാൻ വന്നവരാണെന്ന് അന്തോഖിയിലെ ജനങ്ങളോട് 3 പ്രവാചകന്മാരും ചെന്നുകൊണ്ട് പറയുമ്പോ ആ നാട്ടുകാർ പ്രവാചകന്മാരോട് പ്രതികരിച്ചത്രേ. എന്താണ് പ്രതികരിച്ചത്? ഫാലൂമാ അന്തും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസല അർറഹ്മാനു മിൻ ശൈഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. ഖുർആൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് അവരുടെ പ്രതികരണം. എന്താണെന്ന് നോക്കിക്കാര് പറഞ്ഞത്? നിങ്ങൾ എങ്ങനെ പ്രവാചകന്മാരാകും കൂട്ടരെ? നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ, തുമ്പിക്കൈയുണ്ടോ? ഞങ്ങളെപ്പോലെ നിങ്ങളും ശ്വസിക്കുന്നുവല്ലോ, ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ദാഹിക്കുന്നുവല്ലോ, ഞങ്ങളെപ്പോലെ നിങ്ങളും ഭക്ഷണം കഴിക്കുന്നുവല്ലോ, ഞങ്ങളെപ്പോലെ നിങ്ങളും മലമൂത്ര വിസർജനം ചെയ്യുന്നുവല്ലോ. നിങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ തന്നെയാണല്ലോ. ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇൻ അന്തും നിങ്ങൾ കള്ളന്മാരാണ്, വ്യാജന്മാരാണെന്ന് അന്തോഖിയിലെ ജനങ്ങൾ പ്രവാചകൻ അങ്ങനെ ഒരു വേള തൗഹീദുണ്ടെന്ന് പറഞ്ഞ ആളുകൾ പോലും മറ്റൊരിക്കൽ അവരോട് തൗഹീദ് പറയേണ്ടി വന്നപ്പോൾ അവർ പ്രതികരിച്ചതും അങ്ങനെയായിരുന്നല്ലോ. നിങ്ങൾ പറയുന്നത് പോലെ പരമകാരുണ്യകരൊന്നും അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ കള്ളന്മാരാണ്, വ്യാജവാദികളാണ്. ആലോചിച്ചു നോക്കൂ, ഒരുപാട് നാളായോ ഇല്ല, മുമ്പൊരിക്കൽ ഞാൻ കോട്ടപ്പള്ളിയിൽ വന്നിട്ടുണ്ട്, അതിനു മുമ്പ് തന്നെ ചേരിപ്പറമ്പിൽ വന്നിട്ടുണ്ട്. ആ രംഗത്ത് അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ കടന്നു വന്നുകൊണ്ട് തൗഹീദ് പറയുമ്പോഴും ആളുകളില്ലേ, നിങ്ങൾ കള്ളം പറഞ്ഞവരാണ്, നിങ്ങൾ ഇന്നത് പോലെയൊന്നും അല്ല പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഏത് കാലഘട്ടത്തിലും തൗഹീദ് പറയുമ്പോൾ തൗഹീദിനെതിരെ പറയുന്ന ആളുകൾ പറയുന്ന വാചകം ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുകയാണ്. പ്രവാചകന്മാർ കടന്നു ും നിങ്ങൾ എത്തിയിട്ടില്ല എന്ന് പ്രവാചകന്മാരോടവർ മോശമായി പ്രതികരിക്കുമ്പോ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ അവരുടെ മുന്നിൽ എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നവരല്ല, നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി വന്നവരല്ല, നേരെ മറിച്ച് നിങ്ങൾ പ്രവാചകന്മാരാണോ അല്ലയോ എന്ന് റബ്ബുനായ ഞങ്ങൾ റബ്ബിനെ അറിയാം, ഞങ്ങൾ രക്ഷിതാവിനറിയാം, ഞങ്ങൾ പ്രവാചകന്മാർ തന്നെയാണെന്ന്. ഈ സത്യസന്ദേശം നിങ്ങളോട് പറയലല്ലാതെ, നിങ്ങൾക്ക് എത്തിച്ചു തരലല്ലാതെ മറ്റൊരു ബാധ്യത. ഞങ്ങളിതാ ഉറക്കെ തൗഹീദ് പറയുമ്പോഴും പ്രവാചകന്മാരോട് ആ നാട്ടുകാര് പ്രതികരിച്ചത് എങ്ങനെയാണോ? നിങ്ങൾ ഞങ്ങൾക്ക് ശകുനങ്ങളാണോ? ശകുനങ്ങളാണ്. നിങ്ങളെ കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം നിങ്ങൾ ഈ പണി നിർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ കല്ലെടുത്തെറിയും. ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും. ഭീഷണിപ്പെടുത്തി പ്രവാചകന്മാരെ, മുഷ്ടി ചുരുട്ടി കാണിച്ച് ഇടിച്ച് ശരിയാക്കും തന്നെ പഹയ എന്നായിരുന്നു പ്രവാചകന്മാരോട് ആ നാട്ടുകാർ പ്രതികരിച്ചതെന്ന് ഖുർആൻ മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദ് പറയുമ്പോഴുണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. ആ തൗഹീദിന്റെ ആശയം പറയുമ്പോൾ പ്രതികരണമാണ്. ഒന്ന്, പ്രവാചകന്മാരെ ശകുനങ്ങളായി കണ്ടു എന്ന് മാത്രമല്ല, പ്രവാചകന്മാരോടത് പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പണി അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ കല്ലെടുത്തെറിയും, ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ ഉപദ്രവിക്കും എന്ന് പ്രവാചകന്മാരോട് പറയുമ്പോൾ
അവരോട് പ്രതികരിക്കുന്നു, കൂട്ടരെ ഞങ്ങളെങ്ങനെ നിങ്ങൾക്ക് ശകുനങ്ങളാകും? കാരണം എല്ലാ ല്ലോ അവരാണ് നിങ്ങൾ, അവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ അനവധി മന്ത്രവാദ ചികിത്സകളെയും ഹോമകുണ്ടങ്ങളെയും ഒക്കെ സ്വീകരിച്ചവരാണ് നിങ്ങൾ. അള്ളാഹുവിന് പുറമെ പിശാചിന്റെ പിന്നാലെ പോയ ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കുന്നുവോ? നിങ്ങളൊരു സ്വയം വിചാരണ നടത്തുന്നുവോ? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. നിങ്ങൾ എത്രമാത്രവരാണ് ജനങ്ങളെ. നിങ്ങൾ നിങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നുവോ, ആലോചിക്കുന്നുവോ എന്ന് പ്രവാചകന്മാർ ആ നാട്ടുകാരോട് തിരിച്ചു ചോദിച്ചിട്ട് പ്രവാചകന്മാരും നാട്ടുകാരും തമ്മിൽ സംവാദത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഒരു മുജാഹിദ് അങ്ങോട്ട് കടന്നു വരുന്നത്. അവിടെ നമ്മുടെ വിഷയം ഒരു മുജാഹിദ്. ഞാൻ എങ്ങനെയാകണം? പ്രവാചകന്മാരും ജനങ്ങളും തമ്മിലുള്ള സംവാദമായിരുന്നെങ്കിൽ പ്രവാചകന്മാരും അറിയുന്നു. ഓടി വരികയാണ്, അയാൾ ഓടി വരികയാണ് ബഹളം കണ്ട്. അതേ തർക്കം കേട്ടുമ്പോൾ ഒരു ഭാഗത്ത് പ്രവാചകന്മാർ തൗഹീദ് പറയുന്നു, മറുഭാഗത്ത് അന്തോഖിയിൽ. അങ്ങനെ ഇതാ ഈ രൂപത്തിലുള്ള പ്രതികരണം കണ്ട അല്ലാഹു ആ ഹിദായത്തിന്റെ കിരണമിട്ടു. അന്തോഖിക്കാരെയും അടങ്ങ്, ഞാനൊരു കാര്യം വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞ മനുഷ്യൻ ആ ജനതയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ഖൗം ഇത്തബിഉൽ മുർസലീൻ. കണ്ടോ, ഏത് മുജാഹിദിന്റെയും ഏത് കാലഘട്ടത്തിലെയും ദഅവത്ത് ഒന്നാണ്. ഏത് മുജാഹിദ് ലോകത്ത് കഴിഞ്ഞ ഏത് മുജാഹിദിനെ എടുത്തു നോക്കിയാലും ആ മുജാഹിദുകളുടെ ഒക്കെ ദഅവത്ത് ഒന്നായിരിക്കും, ഒരേ പ്രബോധനായിരിക്കും. അന്ന് ിലേക്ക് കടന്നു വന്നിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, യാ ഖൗമോ, ജനങ്ങളെ, നിങ്ങളെ ഇത്തബിഊമല്ലായും ചോദിക്കാതെ അല്ലാഹുവിന്റെ ഇങ്ങോട്ട് മാറി നിന്നു. എന്നിട്ട് അയാൾ സ്വന്തം വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, സ്വന്തം ആദർശം പ്രഖ്യാപിക്കുകയാണ്. അതേ ആളുകൾക്കൊപ്പിച്ച് അഴകുഴമ്പം നിലപാട് സ്വീകരിക്കുകയല്ല, നേരെ മറിച്ച് മാറി നിന്നുകൊണ്ട് അയാൾ തന്റെ ആദർശം പ്രഖ്യാപിച്ചു. എന്താണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്? വമാ ലി ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. എന്നെ സൃഷ്ടിച്ചവനായ ആ റബ്ബിനെ മാത്രം ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? എനിക്ക് അന്നം തരുന്നവനായ, എനിക്ക് ശ്വാസം നൽകിയവനായ, തുടിക്കുന്ന ഹൃദയം എനിക്ക് തന്നവനായ, എനിക്ക് ആമാശയ വ്യവസ്ഥകൾ സംവിധാനിച്ചവനായ ആ റബ്ബിനെ മാത്രം ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് എനിക്കുള്ളത്? വഇലൈഹി തുർജഊൻ. മാത്രമല്ല, ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഇടവഴിയിൽ വെച്ചുകൊണ്ട് ശ്വാസം നിലച്ച് നിലത്തേക്ക് വീണ് മരിച്ചാൽ നമുക്ക് മടങ്ങിച്ചെല്ലാനുള്ളതും ആ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് തന്നെയാണ്. അങ്ങനെയുള്ള റബ്ബ്, ആ റബ്ബിനെ മാത്രം ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? പരമകാരുണ്യകനായ റബ്ബ് എനിക്കൊരു ദുരിതം ഉദ്ദേശിച്ചാൽ, അർഹമുർറാഹിമീനായ റബ്ബ് എനിക്കൊരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചാൽ, എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ, ഒരു തരത്തിലും അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത, മറ്റൊരു തരത്തിലും ശുപാർശ കൊണ്ടൊരു ഉപകാരവും എനിക്ക് ചെയ്യാൻ കഴിയാത്ത ശക്തികളെ ഞാനില്ല.
ഇലാഹാക്കുകയോ അവയോട് ഞാൻ ദുആ ചെയ്യുകയോ അവയോട് ഞാൻ ഇസ്തിഗാസ ചെയ്യുകയോ അവക്ക് ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ചെയ്താൽ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ, ഞാൻ വ്യക്തമായ വഴികേടിൽ അകപ്പെട്ടവനായി പോകും, ഞാൻ വഴിപിഴച്ചവനായി പോകും. അല്ലാഹുവിന് പുറമെ ഒരു മലക്കിനെയോ ജിന്നിനെയോ മരിച്ചുപോയ ആരെങ്കിലും ഒരാളെയോ അല്ലെങ്കിൽ അവരെ മൊത്തത്തിലോ ഏതെങ്കിലും ഒരു ഭൗതിക വസ്തുവോ ഇനി അതല്ല വേറെ ഏതെങ്കിലും തരത്തിൽ അല്ലാഹുവിന്റെ പടപ്പായി നിലകൊള്ളുന്ന ശക്തികളെയോ ഞാൻ അവലംബിച്ചാൽ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ, ഞാൻ വ്യക്തമായ വഴികേടിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് ജനങ്ങളെ, ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഉ, റബ്ബിൽ ഞാൻ വിശ്വസിച്ചു പോയി. ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങൾ റബ്ബിൽ ഈമാനുള്ളവനായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇതാണ് ദഅവത്ത്. ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും കുറിച്ചോ ശൈത്താനെ കുറിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ പിശാചിനെ പ്രൊമോട്ട് ചെയ്ത് ഒരു സാഹചര്യത്തിന് പുറത്ത് പറഞ്ഞു തന്ന പരിപൂർണമായ സമാധാനം പിശാചുക്കളെയും അകറ്റിക്കളയുന്ന മനുഷ്യന്റെ ശത്രുവിനെ കണ്ടറിഞ്ഞുകൊണ്ട് പിശാചിനെ കണ്ടറിഞ്ഞിക്കലും ഇഷ്ടപ്പെടാത്ത ജീവിതം പ്രവർത്തനങ്ങളിൽ നിന്നും തൗഹീദും മുഖത്തിൽ അങ്ങ് പ്രവർത്തിച്ച് അല്ലാഹു സ്വീകരിക്കേണ്ട നിലപാടെങ്കിൽ പ്രിയമുള്ള ആ നിലപാട് അതേ പ്രവാചകന്മാരുടെ വിശ്വാസം പ്രഖ്യാപിച്ച് അന്തോക്കിക്കാര മനുഷ്യനെ വളഞ്ഞു എന്ന് മാത്രമല്ല, ആളുകൾ ആ മഹാനായ മനുഷ്യനെ വളഞ്ഞു വെച്ചടിച്ചു എന്നാണ്. ചില ആളുകൾ കല്ലെടുത്തെറിഞ്ഞു എന്നാണ്. മാത്രമല്ല, ചില ആളുകൾ കമ്പും അതുപോലെ വടികളുമായി വന്ന് അടിച്ചു എന്നാണ്. അടിച്ചടിച്ചടിച്ച് അവശനായി നിലത്ത് വീണ മനുഷ്യനെ നിലത്തിട്ടവർ കൊന്നുകളഞ്ഞു. ചില ആളുകൾ വന്നുകൊണ്ട് കൈകാലുകൾ വെട്ടിയെടുത്തു കൊണ്ടുപോയി എന്നാണ്. ആ മയ്യത്തിന് വികൃതമാക്കപ്പെട്ടു എന്നാണ്. ഹബീബുൻ നജ്ജാർ എന്ന പേരുള്ള ആ മനുഷ്യന്റെ ആത്മാവ് വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോ, ഹബീബുൻ നജ്ജാറിന്റെ ആ റൂഹിനെ വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ തൗഹീദ് പറഞ്ഞ് ഷഹീദായി വന്ന മനുഷ്യനോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. കാരണം തൗഹീദ് പറഞ്ഞിട്ട് ഷഹീദായാൽ അവന്റെ ഖബർ ജീവിതത്തിലും അവൻ സ്വർഗത്തിലാകില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം, നമ്മുടെ കൊതിയാകണം. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം ഇതാണ്. നമുക്ക് വലിയ വലിയൊരു ബംഗ്ലാവ് പോണം, വലിയ എസ്റ്റേറ്റ് ഉണ്ടാകും. ഇതൊന്നല്ല നമ്മുടെ ആഗ്രഹം. നമ്മള് തൗഹീദ് പറഞ്ഞിട്ട് അങ്ങനെ മരിക്കണം. നമ്മുടെ കൊതി ആഗ്രഹമാകണം. അല്ലാഹു അത് നിറവേറ്റി തരുമാറാകും. പ്രവർത്തിച്ച് അവസാനം ആളുകൾ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ
ബിമാ ഗഫറ എന്നെ എന്നെ ചീത്ത വിളിച്ച എന്നെ തെറ്റുമായിരുന്നല്ലോ അവർ, എന്നിട്ടെങ്കിലും ഹിദായത്തിന്റെ വഴി സ്വീകരിക്കുമായിരുന്നല്ലോ. ചിന്തിക്കാൻ മനുഷ്യനെ കുതിരലാക്കണം. നമ്മുടെ ശത്രു നമ്മുടെ മിത്രമാണ്. അവന്റെ നന്മക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത് അവന് സ്വർഗം കിട്ടാനാണ്. എന്നെ തെറി പറയുന്നവന് സ്വർഗം കിട്ടാൻ, ചീത്ത വിളിക്കുന്നവരെ സ്വർഗം കിട്ടാൻ, എന്റെ എതിരാളിക്ക് സ്വർഗം കിട്ടാൻ, അതിനുവേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്, അതിനുവേണ്ടിയാണ് വാത് പറയുന്നത്. മനസ്സിലാക്കണം. നമ്മളെന്തിനാ പരിപാടി വെക്കണത്? ഓരോ ജംഗ്ഷനിൽ നമുക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന അവന് ഹിദായത്ത് പറഞ്ഞ സ്വാഹിബ് യാസീന്റെ ഹബീബുൻ നജ്ജാറിന്റെ മനസ്സാണ്. എനിക്ക് സ്വർഗം കിട്ടിയ വിവരം എന്നെ ബൽസിച്ചവനും എന്നെ തിരുന്നുവെങ്കിൽ നേരായ വഴി ചെറിയ ഉത്തരവാദിത്തം ജീവിതത്തിന്റെ കരുത്താകണം. എന്നിട്ട് ഖുർആനിൽ പറഞ്ഞതുപോലെ മനുഷ്യനാകണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുമ്പോൾ മക്കയുടെ മണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുമ്പോ പുറത്തിറങ്ങി തൗഹീദ് പറയാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒളിച്ചു താമസിക്കുന്ന വേളയിൽ പ്രവാചകൻ ദാറുൽ അർഖമിൽ ഒളിച്ചു താമസിക്കുന്ന സ്വഹാബിയുടെ പേര് മഹാനായ ഉർവ എന്നാണ്. ഉർവത്ത് ബിൻ മസ്ഊദിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ ഇലൽ ഇസ്ലാം കൊണ്ട് അതിനുള്ള അനുമതി എനിക്ക് തരണമെന്ന് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ഘട്ടത്തിൽ ആ സ്വഹാബിയോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? മോനെ, ഇന്നി അഖാഫു അയ്യഖ്തുലൂ, നീ ഇപ്പോൾ അവിടെ പോയി പറഞ്ഞാൽ അവർ നിന്നെ കൊന്നുകളയുമോ എന്ന് പേടിക്കാണ് ഞാൻ. ഇന്നി അഖാഫു അയ്യഖ്തുലൂ, നിന്നെ അവർ കൊന്നുകളയുമോ എന്ന് പേടിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് മോനെ, നീ പരസ്യമായി ഇപ്പോൾ ഇറങ്ങാൻ സമയമായിട്ടില്ല. നബി പറയാണ്, പരസ്യമായിട്ട് ഇപ്പൊ പറയാൻ സമയമായിട്ടില്ല. കാര്യം ഞാൻ പോലും ഇവിടെ ഒളിവിലാണ്, ദാറുൽ അർഖമിലാണ്, ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ആ സ്വഹാബി പറയാ, നബിയെ നിങ്ങൾക്ക് എന്നെ അറിയാഞ്ഞിട്ടാ, ഞാൻ ആരാണ്, പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ മഹലിൽ, എന്റെ നാട്ടിൽ എന്റെ അവസ്ഥ എന്നറിയോ? ഞാൻ ഒരിടത്ത് എന്റെ നാട്ടിൽ എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങുക എങ്കിൽ എനിക്കാരും ധൈര്യം കാണിക്കൂല. എന്റെ ഉറക്കത്തിൽ എന്നെ വിളിക്കാൻ പോയ ഒരാളും ധൈര്യം കാണിക്കൂല. അത്രയും ബഹുമാനാണ് നാട്ടുകാർക്ക് എന്നോട്, അത്രയും ആദരിക്കപ്പെടുന്ന ആളാണ് ഞാൻ. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമായി. അത്രയും സ്വീകാര്യനാണോ? പറഞ്ഞു. മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു തൗഹീദ് മനസ്സിലാക്കി വന്നിട്ട് തന്റെ നാട്ടിലെത്തിയിട്ട് ഒന്നുമല്ല, അദ്ദേഹം ആ വിഗ്രഹത്തിനടിക്കൽ പറഞ്ഞ അതുവരെ താൻ തന്റെ ആവശ്യങ്ങൾ നേടാൻ നേർച്ച നേർന്ന ആ വിഗ്രഹങ്ങളുടെ സമീപത്ത് വന്ന് നിന്നുകൊണ്ട് തന്നെ ഉറക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒന്നുമല്ലടോ, ഉസ്സ ഒന്നുമല്ല എന്ന ആ വിഗ്രഹങ്ങളുടെ സമീപത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ ആ മനുഷ്യൻ നേരെ പോയി തന്റെ ഗോത്രക്കാരെ വിളിക്കുന്നു. യാ മഅ്ശറൽ അഹ്ലാഫ്, ഓ അഹ്ലാഫ് നിവാസികളെ, ഇന്നൽ ഉസ്സല ഉസ്സ വ ഇന്നൽ ലാത്തൽ അലാത്ത് അസ്ലിമൂ തസ്ലമൂ. നമ്മൾ കരുതിയതുപോലല്ല. ലാത്തക്കൊരു ചുക്കും ചെയ്യാൻ
ഉസ്സ ഒന്നും ചെയ്യൂല. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായിക്കോ. പടച്ചറ ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് കൂട്ടത്തെഴുത്ത് മുന്നോട്ട് വന്നിട്ട് ഒരുത്തം വന്നവരൊരു അതുവരെ ഒന്ന് ഉറങ്ങിയാൽ, മൂപ്പരൊന്ന് കിടന്ന് ഉറങ്ങിയാൽ അയാൾ ഓരെറി വെച്ച് കൊടുത്തു ഒരാള്. ആ എറി കൊണ്ട് ആ സ്വഹാബി അവിടെ നിലത്ത് വീണ് മരിച്ചു. ആ എറി കൊണ്ട് ആ സ്വഹാബി നിലത്ത് വീണ് മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയോട് അനുവാദം ചോദിച്ചു കൊണ്ടുപോയ ആളെ തന്റെ നാട്ടുകാർ എറിഞ്ഞു കൊന്നു നബിയേ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി? നബി എന്താ പറഞ്ഞത്? നബിയുടെ കണ്ണ് നിറഞ്ഞു. നബി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഹാദാ മസലുഹു കമസലി സ്വാഹിബി യാസീൻ. ആ മനുഷ്യന്റെ ഉപമ വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പറഞ്ഞ ആ മനുഷ്യന്റെ ഉപമയാണ്. സൂറത്ത് യാസീനിൽ നേരത്തെ പറഞ്ഞില്ലേ, ആ മനുഷ്യനെ പോലെയാണ് ഇയാള്. തൗഹീദ് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ മരിച്ച ആള്. മനസ്സിലാക്കണം, ചെറിയ കാര്യമില്ല. തൗഹീദ് പറഞ്ഞിട്ട് അതിനു വേണ്ടി മരിക്കും. പ്രവാചകന്മാർക്ക് പിൻബലം നൽകിയിട്ട് അതിനു വേണ്ടി മരിക്കുക. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. വേറൊന്നുമില്ല. നമുക്ക് ഒന്നും കിട്ടാൻ ദുനിയാവിൽ ഒന്നും നമ്മൾ വിചാരിച്ചോ നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് ദുനിയാവിലേക്ക് തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വേണ്ട. ഐഹിക ലോക ജീവഞ്ചിക്കും തരുന്നു പറയും, പക്ഷെ തരൂല്ല. എന്നാൽ ഈ നിമിഷം ഉണ്ടല്ലോ, അള്ളാഹുവിൽ നാം ചെലവഴിച്ച ഈ നിമിഷം, അതൊന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇരുന്ന സമയം ഇഖ്ലാസോടെയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ഇഖ്ലാസോടെയാണ് ഞാനിത് പറയുന്നതെങ്കിൽ, എന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിലും അല്ല മരണാനന്തര ജീവിതത്തിലും എന്റെ കൂടുണ്ടാകും ഈ സമയം. ഒരു സംശയമില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക വേറൊന്നും നമുക്ക് ചെയ്യാനില്ല കൂട്ടരെ, വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. പ്രവാചകന്മാർക്ക് പിൻബലം കൊടുക്കുക, നബിമാർക്ക് പിൻബലം കൊടുക്കുക. അവർ കൊണ്ടുവന്ന ആദർശം, അവർ പഠിപ്പിച്ച ആദർശം പറയാ, എന്നിട്ട് അതിന്റെ പേരിൽ മരിക്കുക. അതിന്റെ പേരിൽ മരിക്കുക. ഒരാളൊന്നുമില്ല. ഇനി നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവസാന ഘട്ടത്തിൽ യമാമയിൽ ഒരു കള്ളപ്രവാചകൻ വന്നു. യമാമയിൽ ഒരു കള്ളപ്രവാചകൻ, ആളുടെ പേര് മുസൈലിമ. ആ മുസൈലിമയുടെ പേര് കേൾക്കുമ്പോ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ കൂടെ പറയും, മുസൈലിമ അൽ കദ്ദാബ്, കള്ളനാണ്, കള്ളപ്രവാചകൻ, മുസൈലിമത്തുൽ കദ്ദാബ്. അയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബിയെ സഹായിക്കാൻ വന്ന ആളാണ്. അസിസ്റ്റന്റ് ആണ്. ആരുടെ അസിസ്റ്റന്റ്? മുഹമ്മദ് നബിയുടെ അസിസ്റ്റന്റ് ആണ്. നബിയെ സഹായിക്കാൻ വന്ന ആളാണ്. ആര്? മുസൈലിമത്തുൽ കദ്ദാബ് വന്നിട്ട് പറഞ്ഞാണ്, ഞാൻ സ്വതന്ത്ര നബി എന്നല്ല, മുഹമ്മദ് നബിയുടെ താഴെ നബിക്ക് ഹെൽപ്പായിട്ട് വന്നതാണ് യമാമയിൽ. ആ കള്ളപ്രവാചകനെതിരെ ഇസ്ലാമിക ലോകം യുദ്ധം. മനുഷ്യൻ നേരെ ചെന്നു ആരുടെ മുന്നിലേക്ക്? മുസൈലിമത്തുൽ കദ്ദാബിന്റെ മുന്നിലേക്ക്. ഹബീബ് ഇബ്നു സയ്യിദ് എന്ന് പറയുന്ന മനുഷ്യൻ നേരെ ചെന്നു. ചെന്നപ്പോ മുസൈലിമ ചോദിച്ചു, അത്തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നീ വിശ്വസിക്കുന്നുവോ? ആലോചിച്ച മുസൈലിമത്തുൽ കദ്ദാബ്. ആരോട് ചോദിക്കുന്നത്? ചോദ്യം ആരോടാ? ചോദ്യം മറ്റാരോടല്ല, ഹബീബ് ഇബ്നു സയ്യിദിനോടാണ്. അത്തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നു? ഖാല നഅം. ഈ മനുഷ്യൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം ആരുടെ? മുസൈലിമയുടെ. അത്തശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഹബീബ് ഇബ്നു സയ്യിദ് വല്ല അസ്മാ, കേൾക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ചോദ്യം കേൾക്കാൻ പറ്റില്ല. മുസൈലിമ വീണ്ടും ചോദിച്ചല്ല, അത്തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നോ, സാക്ഷ്യം വഹിക്കുന്നോ? ഈ മനുഷ്യൻ പറഞ്ഞു, അത് ഞാനുണ്ട് ഉറപ്പായിട്ടും. അത്തശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇയാൾ പറഞ്ഞു, വീണ്ടും അദ്ദേഹം ചോദിച്ചു, മുസൈലിമ ചോദിച്ചു, എന്ത്? അത്തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, എങ്കിൽ അത്തശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ മനുഷ്യൻ മൂന്നാമതും പറഞ്ഞു, ലാ അസ്മഉ, ലാ അസ്മഉ, എനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോ മുസൈലിമത്തുൽ കദ്ദാബിന് മനസ്സിലായി, ഇവനെന്നെ പരിഹസിക്കുകയാണ്, ഇവനെന്നെ കണക്കിന് കശക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ
മുസൈലിമക്ക് ദേഷ്യം പിടിച്ചു. മുസൈലിമ ചോദിച്ചു, അതസ്മഉ ഹാദാ വലാ തസ്മഉ ദാക്. ആദ്യത്തെ ചോദ്യം നീ കേൾക്കുന്നുണ്ടല്ലേ, രണ്ടാമത്തെ ചോദ്യം നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലേ? അപ്പോൾ ഇയാൾ പറഞ്ഞു, നഅം, അതെ അതെ, ആദ്യത്തെ ചോദ്യം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, രണ്ടാമത്തെ ചോദ്യം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നേരെ മുസൈലിമ മനുഷ്യനെ പിടിച്ചു. ആരെ പിടിച്ചു? ഹബീബ് ഇബ്നു സൈദിനെ പിടിച്ചിട്ട് ആ മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോയിട്ട് മുസൈലിമയുടെ കങ്കരന്മാർ പിടിച്ചു വെച്ചിട്ട് കൊത്തി നുറുക്കി ഇറച്ചി വെട്ടുന്നത് പോലെ ഹബീബ് മനുഷ്യനെ അതേ വെട്ടി 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 നുറുക്കിക്കളഞ്ഞു മുസൈലിമത്തുൽ കദ്ദാബ്. അങ്ങനെ അദ്ദേഹം ഇതാ മരിക്കുകയാണ്. വെട്ടി വെട്ടി നുറുക്കും വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ വെട്ടിലും മുസൈലിമ ചോദിക്കുന്നുണ്ട്, അതേ അതശ്ഹദു അന്ന മുഹമ്മദ്. ആ മനുഷ്യൻ പറയുന്നു, നാം. അതെ. അത്തിക്കൊണ്ട് ചോദിക്കുമ്പോഴും ആ മനുഷ്യൻ പറയുന്നു, ലാ അസ്മഉ. മറുപടി പറയുമെന്ന് നീ വിചാരിക്കണ്ടടാ. അങ്ങനെ ആ മനുഷ്യനെ ഓരോ വെട്ടുമ്പോഴും ചോദിച്ച് അവസാനം വെട്ടി നുറുക്കി അദ്ദേഹത്തെ കൊന്നുതള്ളി. ആ മനുഷ്യന്റെ വിവരം മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെട്ടപ്പോ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെടുകയാണ്, ഇസ്മുഹു ഹബീബ്. ആ മനുഷ്യന്റെ പേര് മുസൈലിമയുടെ ഈ കിരാതമായ പ്രവർത്തനത്തിന് വിധേയമാക്കപ്പെട്ട ആ വ്യക്തിയുടെ പേര് ഹബീബ് എന്നാണെന്ന് പറയുമ്പോ അതേ കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകാന വല്ലാഹി സാഹിബു യാസീൻ ഇസ്മുഹു ഹബീബ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിൽ പറഞ്ഞ ആ മനുഷ്യന്റെ പേരും ഹബീബ് എന്ന് തന്നെയാണ്. മനസ്സിലാക്കണം. ഉടനെ അവർ യാസീൻ ഓർത്തു. യാസീനിലെ സംഗതി ഓർത്തു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ യാസീൻ ഓതുന്ന ആളുകളാ, ഖുർആനൊക്കെ നന്നായി ഓതുന്ന ആളുകളാ. പക്ഷെ ഇന്ന് വരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത പോലും കടന്നു വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, കടന്നു വന്നിട്ടുണ്ടോ ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എത്തണമെന്നൊരു ചിന്ത ആണതോ, അല്ലെങ്കിൽ ഞാൻ കൊള്ളരുതായ്മ കാണിച്ചിട്ട് നാട്ടുകാർ പിടിച്ച് തല്ലണതോ അല്ല വിഷയം. ഞാൻ ഈ തൗഹീദും ദീനും പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഞാൻ പ്രയാസം അനുഭവിക്കണം, അതിന്റെ പേരിൽ എനിക്ക് വേദന ഉണ്ടാകണം, അതിന്റെ പേരിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണം. മന്റെ സഹോദരങ്ങൾ, നമ്മൾ കൊതിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊക്കെ പലപ്പോഴും ദീൻ പറയാതിരിക്കുന്നത് പോലും എന്താ കാരണം? ദീൻ പറയാതിരിക്കുന്നതിന് വേണ്ടിയാ. ആരും എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ, എല്ലാരും എന്നെ ആദരിക്കാൻ. ദീൻ പറഞ്ഞാൽ എന്നെ എല്ലാരും വിമർശിച്ചാലോ, എന്നെ എല്ലാരും അകറ്റിയാലോ, എന്നെ എല്ലാരും ഒറ്റപ്പെടുത്തിയാലോ, ഇതാണ് നമ്മുടെ ചിന്ത, അല്ലേ? എന്നാൽ അല്ലാഹു ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചെന്നു, വേണ്ട, ആ ചിന്ത വേണ്ട. നീ ജീവിക്ക്. നീ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവനാകടോ. അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവനാകടോ, പടച്ച റബ്ബിന് വേണ്ടി നിലകൊള്ളുന്നവനാകടോ. ശുഹദാ ബിൽ ഖിസ്തി, നീതിക്ക് വേണ്ടി നിലകൊണ്ട്, നീതിക്ക് സാക്ഷിയായിക്കൊണ്ട് അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവനാക്, പടച്ച റബ്ബിന് വേണ്ടി നിലകൊള്ളുന്നവനാക്. എന്റെ ആവശ്യമുണ്ട് കൂട്ടരെ, അല്ലാഹുവിനെ സഹായിക്കുന്ന, പടച്ചവനെ സഹായിക്കുന്ന ആളുകൾ വേണം. അല്ലാഹുവിന്റെ അൻസാറുകളാകണം നമ്മൾ എന്നാണ് നമ്മളോട് അതാ പറഞ്ഞത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് എന്തേ പറഞ്ഞത്? എന്തേ ജനങ്ങളോട് പറഞ്ഞത്? ഈസാ അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞത് എന്താ? നമ്മളെല്ലാവരും പഠിച്ചതാണല്ലോ, നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാചകം, യാ കമാ ഖാല ഈസാ ഇബ്നു മറിയമ. മനസ്സിലാക്കണം, ചെറിയ ചോദ്യമല്ലത്. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്.
ഹബീബുകളോട് പറഞ്ഞതുപോലെ എന്ത് മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് സഹായിക്കാൻ ആരാണുള്ളത്? അപ്പൊ ഹവാരികൾ പറഞ്ഞ മറുപടി പറയാൻ നമുക്ക് കഴിയണം. നഹ്നു അൻസാറുല്ലാഹ്, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്. മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ സഹായികളായി അൻസാറുള്ളയാകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സഹോദരൻ നമ്മുടെ മക്കൾ അൻസാറുള്ളയാകണം, ഞാനവരാകണം, ആ റബ്ബിന് വേണ്ടി വാദിക്കുന്നവനാകണം, ആ റബ്ബിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവനാകണം, ആ റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവനാകണം. والأرض حنيفا وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, എന്റെ അനുജന്മാരെ, എന്റെ ജേഷ്ഠന്മാരെ, എന്റെ സഹോദരികളെ, എന്റെ ഉമ്മമാരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് റബ്ബിനോട് പറയുന്ന വാക്കല്ലേ അത്? അത് വെറുതെ പറഞ്ഞതാണോ? വെറുതെ കളവായി പറഞ്ഞതാണോ? അല്ലല്ലോ. എന്തേ പറഞ്ഞത്? ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും സർവ്വതും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ പടച്ചവന് ഞാൻ നൽകുകയാണ്. അല്ലാഹുവിന് നൽകാൻ തയ്യാറുള്ളവരാകണം, പടച്ച റബ്ബിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുള്ളവരാകണം, അല്ലാഹുവിന് വേണ്ടി തടയുന്നവനാകണം, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവനാകണം, അല്ലാഹുവിന് വേണ്ടി വെറുക്കുന്നവനാകണം, അല്ലാഹുവിന് വേണ്ടി അടുക്കുന്നവനാകണം, അല്ലാഹുവിന് വേണ്ടി അകലുന്ന ാകണം. എല്ലാം അല്ലാഹുവിന് വേണ്ടി ജീവിതം മുഴുവനും പടച്ചറപ്പിന് വേണ്ടിയാകണം. ആ നിലക്ക് അല്ലാഹുവിനെ പൂർണ്ണമായി സമർപ്പിക്കുന്ന അൻസാറുള്ളകളാകണം, അല്ലാഹുവിന്റെ സഹായികളാകണം. ഉയർന്നവരാണുള്ള നമുക്ക് മനസ്സിൽ ആരെയും പേടിക്കേണ്ടവരല്ല നമ്മൾ. ഒരു തരത്തിലും ജീവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ. എന്താ പറഞ്ഞത്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിക്കോ, പടച്ചിറപ്പിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങണ്ട, നിങ്ങൾ ക്ലേശിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുമ്പോ ലോക സമൂഹം അത് ആവശ്യപ്പെടുന്നുണ്ട് കൂട്ടരെ. കാരണം വളരെ ദുഷിച്ചൊരു ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദുഷിച്ചൊരു രംഗമാണ്. ആരെയൊക്കെ വിളിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിലുണ്ടോ? നേടത്ത് കരയുമ്പോ നേടത്ത് മുഴുവനും മുജാഹിദുകളാണ്. എവിടെ നോക്കിയാലും മുജാഹിദീങ്ങൾ. നമ്മൾ ചിന്തിക്കണം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം നിയമത്ത് മനസ്സിലാക്കണം. എവിടെ നോക്കിയാലും, ചായക്കട നോക്കിയാലും മുജാഹിദ്, ോജിക്കണം. അതുകൊണ്ട് നമുക്കൊരു പണിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും. പടച്ചറപ്പിന്റെ ദിക്ർ, അല്ലാഹ് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുമ്പോൾ വിശ്വാസം, ആചാരം എന്തൊക്കെയാണ്, നമ്മുടെ സമുദായം എവിടെയാ ജീവിക്കുന്നത്? വളരെയധികം ആദരവോടെ നമ്മുടെ ആളുകൾ ചെയ്യുന്ന കുത്തുബിയത്താണ്. കുത്തുബിയത്തിന്റെ ഒരു ചങ്ങാതി എഴുതിയ പരിഭാഷയാണിത്. ആ കുത്തുബിയത്ത് നിങ്ങൾ നമ്മുടെ സമുദായം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് മനസ്സിലാക്കണം. ഇതിനകത്ത് കാണാം തുടക്കത്തിൽ തന്നെ എന്ത് ഇലാ ഹദ്റത്തി ശഫീഉനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഫാത്തിഹ വിളിക്കാൻ ആദ്യം നബി, പിന്നെന്താ തുമ്മ ഇലാ അർവാഹിൽ അംബിയാഇ വൽ മുർസലീന വസ്സഹാബത്തി വത്താബിഈന വതബഇ താബിഈന ഇലാ യൗമിദ്ദീൻ അൽ-ഫാത്തിഹ. സഹാബിക്ക്, താബിഈങ്ങൾക്ക്, തബഉ താബിഈങ്ങൾക്ക് എല്ലാവർക്കും
കൂടി ഒരു ഫാത്തിഹ. പിന്നെന്താ സുമ്മ ഇലാ പിന്നെ ലോകത്ത് ജീവിച്ചു പോയ സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫാത്തിഹ. എന്നിട്ട് പിന്നെയോ മലക്കുകൾ, പിന്നെ ആർക്കാ? റൂഹാനികൾ, അൽ മുവക്കലീന ബിറആഇഹിം വറുഅസാഇഹിം, അവരുടെ നേതാക്കന്മാർ. എന്നിട്ട് ആരൊക്കെയാണത്? മദ്ഹബ്. കഷ്ടപ്പെട്ട് പറയണമെങ്കിൽ എത്രയാൾ അധ്വാനിക്കണം? ഒരാളുടെ പേര് പറഞ്ഞതാ, എന്ത്? ബിരിയാണിയുടെ സാധനത്തിന്റെ പേരല്ലേ പറയണേ? ബിരിയാണി ഇടും. ഒരാളുടെ പേരാ. ഇതൊക്കെ പ്രയാസപ്പെട്ട് പറഞ്ഞ് അധ്വാനിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഈ ആളുകള് സമൂഹത്തിൽ ജീവിച്ചിട്ട് ഇസ്ലാമിക വിരുദ്ധമായ സംഗതികൾ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ്. തമ്രയാനും മദ്ഹബും പിന്നെയോ ഇവരൊക്കെ വലിയ വലിയ ആളുകളാന്ന് വിചാരിച്ചിട്ട് കൽഫാത്തി അടിക്കാണ്. ജിന്നിന്റെ പേരാ പറഞ്ഞതെന്നാ. ഈ പറയപ്പെട്ടതൊക്കെ ജിന്നുകളാണെന്നാ, ആ ജിന്നുകളുടെ നേതാക്കന്മാരെന്നാണ്. അവരുടെ പിന്നാലെ പോവാൻ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കലാമിനെ പോലും, പടച്ചിറപ്പിന്റെ കലാമിനെ പോലും എന്തെടുക്കാണെന്നറിയോ? വളരെ വികൃതമായ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കലാമിനെ പോലും വികൃതമായി അവതരിപ്പിക്കുന്ന പുസ്തകങ്ങളാണ്. ഈ പുസ്തകം മാന്ത്രിക ചികിത്സ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ശത്രുവിനെ കൊല്ലാൻ ഒരു പണി പറയുന്നുണ്ട്. നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ വകവരുത്താൻ ശത്രു സംഹാരം, ശത്രുവിനെയോ അക്രമിയെയോ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു ഇഷ്ടികയെടുത്ത് പുഴവക്കത്തോ ജലാശയത്തിന്റെ തീരത്തോ നീ നിന്റെ നേരെ മുമ്പിലായി വെക്കണം. കിബിലക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കണം നീ ഇരിക്കേണ്ടത്. എന്നിട്ട് 41 യാസീൻ ഓതണം. എന്ത്? ഈ ഇഷ്ടിക എടുത്ത് വെച്ചിട്ട് 41 യാസീൻ ഓതണം. ഓരോ യാസീൻ തീരുമ്പോഴും ഇഷ്ടിക മേൽ ഓരോ ചവിട്ട് കൊടുക്കണം. അപ്പൊ ഓരോ യാസീൻ കഴിയുമ്പോഴും ഓരോ ചവിട്ട്. അങ്ങനെ മൊത്തത്തിൽ 41 ചവിട്ട്. ആർക്ക്? ഇഷ്ടിക. ഓതിക്കഴിഞ്ഞാൽ ആ ഇഷ്ടികയെ ഒരു മയ്യത്തായി നമസ്കാരം നടത്തണം. ആർക്ക് വേണ്ടി? ഇഷ്ടികക്ക് വേണ്ടി മയ്യിത്ത് നമസ്കാരം നടത്തണം. ശത്രു പെട്ടെന്ന് കാഞ്ഞു പോകും. ആളുകളെ കാഞ്ഞു പോണ സാധന ആളുകൾ ഇത്രല്ല. പിന്നെയും പറയുന്നുണ്ട്, ശത്രുവിനെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പഴയ ഓട്ടിൻ കഷ്ണത്തിൽ സൂറത്തുൽ ഫീൽ എഴുതുക. അത് വല്ല വീട്ടിലോ മറ്റോ കുഴിച്ചിട്ടാൽ അത് അവിടെയുള്ള കാലത്തോളം ആ സ്ഥലം മുടിഞ്ഞു പോകും. സൂറത്തുൽ ഫീൽ എഴുതിയിട്ട് ഓടും കക്ഷത്തിൽ എഴുതിയിട്ട് എതിർക്കല്ല വീട്ടിലോ മറ്റോ കുഴിച്ചിട്ടാൽ അതവിടെയുള്ള കാലത്തോളം ആ സ്ഥലം മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് ഇതിൽ എഴുതിയിരിക്കുക പരീക്ഷിക്കപ്പെട്ടത്. ഇത് നടത്തി നോക്കിയിട്ട് സക്സസ് ആണ്. പരീക്ഷിക്കപ്പെട്ടത്, പരീക്ഷിച്ച് ഫല അറിഞ്ഞതാണ്. നിങ്ങൾ ആലോചിക്കുക. ഇങ്ങോട്ട് പറയുന്ന ഒരുപാട് സംഗതികളുണ്ട്. സമൂഹം എത്തിപ്പെട്ട മേഖലകൾ, ഖുർആനിന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞ ആളുകൾ തന്നെ എത്തിപ്പെട്ട വഴികൾ, തൗഹീദിന്റെ ആളുകൾ എന്ന് ബാധിച്ചവർ തന്നെ പോയി വീണ ആ കുഴികൾ നിങ്ങൾ മനസ്സിലാക്കണം. എത്രമാത്രം അപകടകരമാണ്. ആ സമൂഹത്തിനിടയിലേക്ക് കടന്നു ചെല്ലാൻ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ഈ ആയുഷ്കാലം കൊണ്ട് സാധിക്കണം. നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതം നൽകി, അവരുടെ സമ്പത്ത് നൽകി, അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും നൽകി ആ അവരുടെ അധ്വാനത്തിന്റെ, അവരുടെ പ്രവർത്തനത്തിന്റെ, അവരുടെ വിയർപ്പിന്റെ ഫലമാണ്. കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം. എന്തേ കാര്യം ഒരു വീഴ്ച വരുത്തിയെങ്കിൽ ഒരിക്കലും ഈ ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടുമായിരുന്നില്ല. ഈ സത്യസരണിയിലേക്ക് നാം വരുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ജനങ്ങളെ വിളിക്കണം എങ്ങോട്ട്? അങ്ങേറ്റം നേരത്തെ ബഹുമാനായ ഹനീഫ് കായക്കൊടി പറഞ്ഞതുപോലെ നിർഭയത്വമുള്ള വിശ്വാസത്തിലേക്ക്, പരിപൂർണമായ സമാധാനം കിട്ടുന്ന വിശ്വാസത്തിലേക്ക്, അത്
തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ തൗഹീദിന്റെ ആശയത്തിലേക്ക് വിളിക്കണം. കാരണം ഖുർആൻ പറഞ്ഞല്ലോ, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശ്വസിക്കുകയും വലം യൽബിസൂ ഈമാനഹും ബിദുൽം, അവന്റെ വിശ്വാസത്തിൽ അല്പം പോലും ശിർക്ക് കലർത്താതെ ജീവിക്കുകയും ചെയ്തവരാരോ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് പരിപൂർണമായ നിർഭയത്വമുള്ളത്, അവർക്കാണ് പരിപൂർണമായ സമാധാനമുള്ളത്. പക്ഷേ ഇന്ന് ആളുകൾക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആളുകൾ പരിപൂർണമായ സമാധാനമില്ലാതെ ജീവിക്കുകയാണ്. കാരണം അവരുടെ മനസ്സിൽ നിന്ന് തൗഹീദ് പരിപൂർണ്ണ എടുത്തു കളഞ്ഞിരിക്കുന്നു. അവർ വിശ്വാസം തൻ മുത്തുകളുടെ പിന്നാലെ യഹൂദികൾ കിതാബി ബിൽ ജിബ്തി വത്താഗൂതി വയഖൂലൂന ലില്ലദീന കഫറൂ ഹൗലാഇ അഹദാ മിനല്ലദീന ആമനൂ സബീലാ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ് വമൻ യൽഅനില്ലാഹു ഫലം തജിദ ലഹു നസീറാ. ഖുർആൻ പറയുകയാണ്, അലംതര മനുഷ്യ, നീ കണ്ടില്ലേ, നീ നോക്കുന്നില്ലേ, എങ്ങോട്ട്? ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ ഓഹരികൾ തന്റെ കയ്യിലുണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ തന്നെ യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്, അവരവരുടെ ഈ വിശ്വാസം സമർപ്പിച്ചിട്ടുള്ളത് അതേ സിഹറിലും പിശാചുക്കളിലുമൊക്കെയാണ്. അവർ സിഹറിന്റെ ആളുകളായി പോവുകയാണ്, അവര് മരണത്തിന്റെ പിന്നാലെ പോവുകയാണ്, അവർ ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോവുകയാണ്, മാത്രമല്ല പിശാചുക്കളുടെ പിന്നാലെ പോവുകയാണ്, ജിന്നുകളുടെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ മുഴുവനും ജിബ്തിലും താവൂത്തിലും ബാക്കി തകർത്തു കളഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, വിശ്വാസികളെ നോക്കിയിട്ട് അവർ പറയുന്നു, വയഖൂലൂന ലില്ലദീന കഫറൂ, അവിശ്വാസികളോട് അവർ പറയുകയാണ്, ഹൗലാഇ അല്ലദീന നാട്ടിൽ നിങ്ങൾ പറയാറുണ്ടല്ലോ, അവരെക്കാൾ നല്ലവർ നിങ്ങളാണ്. ആരാജ് പറഞ്ഞത്? ജൂതന്മാരെ, യഹൂദികൾ. ഇന്ന് ചില ആളുകൾ മുജാഹിദീകൾ നോക്കിയിട്ട് പറയാണ്, എന്ത് ഇവരെക്കാളും നല്ലത് നമ്മുടെ പറയാണ്. ചിന്തിക്കണം, ആലോചിക്കണം. എന്നതിലുമാക്കിയിട്ട് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ ഇതാ മോശമായി ചിത്രീകരിക്കുന്നു. എന്നാൽ അല്ലാഹു അവരെ അക്കൂട്ടരെ ഇല്ല എന്ന് ഖുർആൻ പറയുമ്പോ, പ്രിയമായ ഇതിനെപ്പറ്റി പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം, സുന്നത്തിന്റെ ആശയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ടോ അതേ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പറയുകയാണ്, ഓ നബിയെ, ഒരിക്കലും അവിശ്വാസം നിങ്ങൾ ശരിയാ ഒരിക്കലും അവർ പറയുന്നത് കേൾക്കണ്ട. ഏറ്റവും നല്ല നിലക്ക് ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്തോ വരെ അടങ്ങിയിരിക്കാകത്തിന്റെ എതിരായ പ്രയോഗമാണ്. വീടിൻ തലങ്ങളിൽ പോയി കുത്തിയിരിക്കുന്ന അവനവന്റെ കാര്യം നോക്കി നടക്കുന്ന ചെകളുണ്ട്. അവരാണ് ഒരു പണിയും ചെയ്യാത്തവൻ, അവരെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകൂല. അയാൾ ആരാ? തൗഹീദിന്റെ ആളാണ്. അയാൾ ആരാ? സംഘടനയുടെ ആളാണ്. അയാൾ ആരാ? വലിയ തൗഹീദ് വിശ്വാസം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷേ പണിയെടുക്കൂല. എന്നാൽ അതിന് വിപരീതമായി കൊണ്ട് കായിതാകാതെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ അവൻ രംഗത്തിറങ്ങുന്നു.
മനസ്സിലാക്കുന്നവനാണ്, അവൻ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്നവനാണ്. കാരണം അവൻ മനസ്സിലാക്കുന്നു, അല്ലാഹുവേ എന്റെ ശ്വാസം കണക്കാക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഈ ശ്വാസം എപ്പോഴാ നിലക്കുക എനിക്കറിയില്ലല്ലോ, ഈ ശ്വാസം എപ്പോഴാ നിലക്ക് എനിക്കറിയില്ലല്ലോ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിലച്ചു പോകുമോ അറിയില്ലല്ലോ. കേരളം കണ്ട ഏറ്റവും വലിയൊരു സാഹിത്യകാരൻ, അയാൾ മരിച്ചത് എവിടുന്ന? പ്രസ് ക്ലബിൽ ഇരുന്നിട്ടാ. എങ്ങനെ? പത്രക്കാരെ മുന്നിലിരുത്തിയിട്ട് അതേ വിജയൻ സാറ്, വിജയൻ മാഷ് വാ പിളർത്തി പുറകോട്ട് വീണുപോയത് ആലോചിച്ച് ആ പ്രസ് ക്ലബിന്റെ പടി ചവിട്ടി ആ പ്രസ് ക്ലബിന്റെ അകത്തളങ്ങളിലേക്ക് കിടന്നിട്ട് പത്രക്കാരന്റെ മുന്നിൽ വിജയം മാഷിരിക്കുമ്പോ അയാൾ സ്വപ്നേബി വിചാരിച്ചുവോ ഇതെന്റെ അവസാന നിമിഷങ്ങളാ. പത്രക്കാരോട് സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിജയം മാഷ് പിളർത്തുകൊണ്ട് പോകിൽ കൂട്ടിയതാണ്. അതുകൊണ്ടാണ് നമ്മോട് ചോദിച്ചത്, ദുനിയാവിൽ നിനക്ക് നൽകപ്പെട്ട ഈ അനുഭൂതികളെ കൊണ്ട് നിനക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും? ഓ മനുഷ്യ, നിന്റെ ശ്വാസം എത്ര നീ വലിക്കണമെന്ന് പോലും കണക്കാക്കപ്പെട്ടിട്ടുണ്ടല്ലോ, നീ ഉച്ചരിക്കേണ്ട വാക്കുകൾ എത്രയെന്ന് പോലും കണക്കാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അള്ളാഹു എനിക്ക് കണക്കാക്കിയ വാക്കുകൾ ഞാൻ പറഞ്ഞാൽ പിന്നെ എന്റെ നാവ് ചലിക്കൂല, പിന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയൂല. അള്ളാഹു എനിക്ക് നിശ്ചയിച്ച ശ്വാസം ഞാൻ വലിച്ചു വിട്ടാൽ ആദ്യമായി വിശ്വാസിക്ക് അകം തരൂല. ത്തിന്റെ കാഠിന്യം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ നിസ്സഹായകനായി നിങ്ങളെ നോക്കിയെന്ന് വരാം, എന്റെ മക്കളെ നോക്കിയെന്ന് വരാം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കിയെന്ന് വരാം, നിങ്ങളുടെ കുടുംബത്തെ നോക്കിയെന്ന് വരാം, നിങ്ങളുടെ നേതാവിനെ നോക്കിയെന്ന് വരാം. പക്ഷേ ഒരു രക്ഷയുമില്ല. ഏക്കർ കണക്കിന് പാടശേഖരങ്ങളുള്ള മനുഷ്യൻ, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള മനുഷ്യൻ, അതുപോലെ തന്നെ 10,000-കണക്കിന് അനുയായികളുള്ള മനുഷ്യൻ, حسرجت الصدور فهناك تعلم موقنا ما كنت إلا في غرور. അവസാനം അവന്റെ റൂഹ് വന്ന് തൊണ്ടക്കുഴിയിൽ ഉടക്കി നിൽക്കുമ്പോ അവന്റെ കയ്യിലുള്ള കോടിക്കണക്കിന് രൂപ എടുത്തവൻ നീട്ടുകയാണ്, അവന്റെ പറമ്പെടുത്തവൻ നീട്ടുകയാണ്, അവന്റെ അനുയായികൾ അവൻ ചൂണ്ടുകയാണ്. എനിക്കുള്ള അനുയായികളെ പിടിച്ചിട്ട് എന്റെ ജീവിതത്തിലേക്ക് മടക്കുമോ? എന്റെ പേരുള്ള കോടിക്കണക്കിന് രൂപ അത് എനിക്ക് പകരം സ്വീകരിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് മടക്കുമോ? ഒരിക്കലും ഇല്ല. പണം വെറും വാൾപേപ്പറായി മാറുമ്പോ പറമ്പ് വെറും ഇതാ കാലികടമായി മാറുമ്പോ കുടിയിൽ റൂഹടക്കുന്ന സമയത്ത് വഞ്ചന മാത്രമായിരുന്നു. എന്റെ മുന്നിൽ കൂടിയ നൂറുകണക്കിന് ആളുകൾ കേവലം വഞ്ചനയായിരുന്നു. എനിക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ വെറും വഞ്ചനയായിരുന്നു. ഒന്നും എനിക്ക് ഉപകരിക്കൂലല്ലോ. എന്നാ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുമെങ്കിൽ കൂട്ടരെ, അതിനു മുമ്പ് നാം തിരിച്ചറിഞ്ഞോളൂ, അതിനു മുമ്പ് നാം മനസ്സിലാക്കിക്കോ, അതിനു മുമ്പ് നാം അറിഞ്ഞോ ഭൗതിക ലോകത്ത് അല്ലാഹു തന്നെ ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന്, ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണെന്ന്, നാം കഴിച്ചുകൂട്ടുന്ന ഓരോ നിമിഷങ്ങളും അതേ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പടിയെടുത്തു. തസബ്ബദ് മിനദ്ദുനിയാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ദുനിയാവിൽ ഇന്ന് കിട്ടിയ ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് മാന്യ സഹോദരങ്ങളെ, സ്വർഗം വാങ്ങിക്കോ, വിഭവങ്ങൾ ഒരുക്കിക്കോ. അതേ നിന്റെ വിഭവങ്ങൾ നീ ശേഖരിച്ചോ. കാരണം നിനക്കറിയൂലടോ നാളത്തെ പ്രഭാതം കാണാൻ നീ ഉണ്ടാകുമോ എന്ന്. നാളെ രാവിലെ നേരം വെളുക്കുന്നത് കാണാൻ നീ ഉണ്ടാകുമോ അറിയുമോ കൂട്ടരെ?
ഞാനുണ്ടാകുമോ അറിയുമോ കൂട്ടരെ? നമ്മളുണ്ടാകുമോ അറിയുമോ കൂട്ടരെ? ഒരിക്കലും നമുക്കറിഞ്ഞുകൂടാ. ഇന്ന് ഞാൻ ഉച്ചക്ക് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചിത്രം എന്നെ ഒരാൾ കാണിച്ചു തന്നു. മൗലവി തലയില്ലാതെ കിടക്കുന്നൊരു മയ്യത്ത്, അരഞ്ഞുപോയൊരു മയ്യത്ത്, ശരീരത്തിന്റെ ആ മാംസളമായ ഭാഗങ്ങൾ മുഴുവനും റോഡിൽ ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കുന്നൊരു മയ്യത്തെടുത്ത് കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇത് ആരാണ് ഈ കിടക്കുന്നത്? ആണാണോ പെണ്ണാണോ? ആ സുഹൃത്തിന് മറ്റൊരു ഫോട്ടോ ഒരു പെണ്ണാണ്. ആ സുന്നിച്ചൊരു ടാങ്കർ ലോറി വന്നിടിച്ചിട്ട് ആ ലോറിയുടെ വീലുകളാക്കി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചുവോ? വീട്ടിൽ നിന്ന് ആ സഹോദരി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആലോചിച്ചോ? ആണ് എന്നറിഞ്ഞിരുന്നു. മനസ്സിലാക്കണം, അറിയണം. ആ സഹോദരി അറിഞ്ഞിട്ടങ്ങൾക്ക് മുമ്പല്ല, മാസങ്ങൾക്ക് മുമ്പ് ഒരു ജംഗ്ഷനിൽ നോക്കുമ്പോൾ ഇതുപോലേതാണ്. ഇതാ തലയെറിഞ്ഞുകൊണ്ട് റോഡിൽ ചുറ്റുപാത്രം ബൈക്കിനിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ആകാംക്ഷയായി അന്വേഷിച്ചപ്പോ അറിയാൻ കഴിയാ, തന്റെ ഓമന കുഞ്ഞിനെ കാണാനുള്ള തന്റെ ആ ആശുപത്രിയിൽ സ്വന്തം കുഞ്ഞിന്റെ മുഖം കാണാൻ വേണ്ടി സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ അവസ്ഥയാണെന്നറിയണേ. ആരോഗ്യമുണ്ട്, വലിയ രോഗങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മരിക്കില്ല എന്ന് പറയാൻ കഴിയുമോ? പലപ്പോഴും ആ രോഗബാധ വലിച്ചു കിടക്കുന്ന വല്യാപ്പയെ നോക്കിയിട്ട് ഒരു വേള നാം പറയും, വല്യാപ്പ വേഗം പോയെന്ന് വരാം, വല്യാപ്പ വേഗം മരിച്ചെന്ന് വരാം. സുഹൃത്തുക്കളെ, എന്ത് ഗ്യാരണ്ടിയാ നമുക്കുള്ളത്? ഒരു ഗ്യാരണ്ടിയും നമുക്കില്ലല്ലോ. ആരോഗ്യമുള്ള എത്ര ചെറുപ്പക്കാരാണ് ഒരു കാരണവുമില്ലാതെ ഒരു പിടഞ്ഞു വീണ് മരിക്കുന്നത്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ 30 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഈ അടുത്ത ദിവസം മരണപ്പെട്ടത് 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ആ വ്യക്തി മരിച്ചിട്ട് മയ്യത്തെടുക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന സഹോദരി, ആ സുഹൃത്തിന്റെ ഭാര്യ കരയുന്നത്, എന്റെ ശരീരം പങ്കിട്ട അതേ, എന്റെ ശരീരം പങ്കിട്ടിട്ട് ഞാൻ എന്റെ ഇക്കയെ വിളിക്കും, എഴുത്തിലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി കരഞ്ഞുവെങ്കിൽ കൂട്ടരെ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. എന്തേ മരിക്കാനുള്ള കാരണം അറിയില്ല. അതേ സെക്കൻഡുകൾ കൊണ്ട് മരണം സംഭവിക്കുകയാണ് എങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനി ബാധിച്ചു കിടക്കുന്ന വേളയിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കലെത്തുമ്പോ എങ്ങനെയുണ്ട് രോഗമെന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞ 2 വരി ഹദീസിന്റെ താളുകളിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതായി. എന്തേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നറിയുമോ? കുല്ലും ശബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. എല്ലാവരും ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും ജീവിക്കുകയാണല്ലോ. എല്ലാവരും തന്റെ കുടുംബത്തോടൊപ്പം ആനന്ദത്തോടെ ജീവിക്കുകയാണല്ലോ. മക്കളെ കാണാൻ എന്ത് രസമാണ്, മക്കളുടെ ചിരി കാണാൻ എന്ത് രസമാണ്, മക്കളുടെ കളി കാണാൻ എന്ത് രസമാണ്. ജീവിക്കുകയാണല്ലോ.
എന്നാൽ നാം അറിയുന്നുണ്ടോ വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅ്ലിഹി, ഞാനും നിങ്ങളും ഇട്ട ചെരുപ്പ് ണ്ടല്ലോ, ഞാനും നിങ്ങളും ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം നമ്മുടെ സമീപത്തുണ്ടെന്ന വിവരം നമ്മൾ അറിയുന്നുണ്ടോ, ഓർക്കുന്നുണ്ടോ? എന്റെ ചെരുപ്പ് എന്നോടടുത്തിരിക്കുന്നതിനേക്കാളും അടുത്ത് എന്റെ മരണം നിൽക്കുന്ന വിവരം ഞാനുണ്ടോ അറിയുന്നു, നിങ്ങളുണ്ടോ അറിയുന്നു? അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഓർത്തിരുന്നെങ്കിൽ മന്റെ സഹോദരങ്ങളെ നമ്മൾ ഇങ്ങനാകുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം നമുക്കുണ്ടാകണം, പരിവർത്തനമുണ്ടാകണം, പരിപൂർണമായ ഇഖ്ലാസ് ഉണ്ടാകണം. ആ പടച്ചിറപ്പിന്റെ പരിപൂർണ സമർപ്പിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ പാരത്രിക ലോകത്തെ അവനൊരുക്കി വെച്ച സ്വർഗത്തെ കൊതിക്കുന്നവരാകണം. ആ റബ്ബൊരുക്കി വെച്ച സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാകണം. ആ നരകത്തെ ഭയപ്പെടുന്നവരാകണം. അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം വേണം. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ അള്ളാഹു വിരുന്നു സ്വീകരിക്കുവാൻ യോഗ്യരാകണം. ആ വിരുന്നാണ് റബ്ബിന്റെ സ്വർഗം. ആ വിരുന്ന് സ്വീകരിക്കാൻ തയ്യാറായി മരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി നാം ഒരുങ്ങണം. അത് നമുക്കൊരു കിണക്കത്ത് തന്നാൽ, ഇതാ എന്റെ കല്യാണത്തിന് വരണമെന്ന് പ്രവേശമുണ്ട്, അന്ന് വരണമെന്ന് പറഞ്ഞൊരാൾ വിളിച്ചാൽ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ ഒരുങ്ങുകയാണ്, സഹോദരികൾ ഒരുങ്ങുകയാണ്. അന്നെങ്ങനെ മഫ്ത ചുറ്റണമെന്ന് സഹോദരിമാർ ആലോചിക്കുകയാണ്. ആ മഫ്തയിൽ കുത്തണ്ട പിന്നേതെന്ന് പോലും ഇന്ന് ചെയ്യുകയാണ്. എപ്പോഴാ കല്യാണം? അതേ അടുത്ത മാസമാണ്, 2 ആഴ്ച കഴിഞ്ഞാണ്, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാണ്. പക്ഷെ ഇപ്പോഴേ ഒരുങ്ങുകയല്ലേ? എന്നാൽ എന്റെ റബ്ബ് വിരുന്നിന് വിളിക്കുന്നു, നിങ്ങൾ റബ്ബ് വിരുന്നിന് വിളിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കത്ത് തരികയാണ്. വരൂ, വിരുന്നിലേക്ക് വരൂ, വിരുന്നിലേക്ക് വരൂ. ആ റബ്ബിന്റെ വിരുന്നാണ് സ്വർഗം. എല്ലാവർക്കും ആ വിരുന്ന് കിട്ടൂല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർക്കാണ് ആ വിരുന്നുള്ളത്. പടച്ച റബ്ബ് തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവിച്ചവർക്കാണ് വിരുന്നുള്ളത്. ആ വിരുന്നിലേക്ക് വരാനാണ് അല്ലാഹു വിളിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് ആ റബ്ബ് വിളിക്കുന്നത്. ആ സ്വർഗം ചൂണ്ടിയ റബ്ബ് പറഞ്ഞത് നുസുലം മിൻ ഗഫൂരിർ റഹീം, പരമകാരുണ്യകനായ ഗഫൂറായ റബ്ബിന്റെ വിരുന്നാണ് സ്വർഗം. അവിടെ അല്ലാഹു ഒരുക്കി വെച്ചത് കൂട്ടരെ എത്ര മഹത്തരമുള്ളതാണ്. ഈ നാർ ദുനിയാവിനേക്കാളും എത്രയോ ഉന്നതമാണ് അള്ളാഹു ഒരുക്കി വെച്ച വിരുന്നിലുള്ളത്. അള്ള തന്നെ പറഞ്ഞില്ലേ, അഅദത്തു ലിഇബാദി, എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയുള്ള അടിമകൾ? ഒരു കണ്ണും ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ടും സംഗീതത്തിലൂടെ അള്ള പ്രഖ്യാപിച്ചുവെങ്കിൽ എല്ലാ സുബഹി നമസ്കാരങ്ങളിലും നഫ്സും ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ അതേ, ഒരാൾക്കും അറിഞ്ഞുകൂടാ, ഒരാൾക്കും അത് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ. നരക്കാത്ത സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. എന്റെ യുവത്വം കൈവിട്ടു പോകരുത് എന്നായിരിക്കും. 30 കൊല്ലം കഴിഞ്ഞാൽ ഞാനൊരു വയസ്സനായിരിക്കും. നരച്ച് എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ച് ഒന്നെഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തയിലായേക്കാം. ആ രൂപത്തിൽ ഞാൻ എന്റെ വാർദ്ധക്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രോഗങ്ങളാണ് ഓരോരുത്തർക്കും, ഓരോ തരത്തിലുള്ള രോഗങ്ങളാണ്. രോഗമില്ലാതെ ജീവിക്കണമെന്ന ആളുകൾക്ക് ആഗ്രഹമുണ്ട്, നരക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹങ്ങളൊന്നും ദുനിയാവിൽ സാധ്യമല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരം നമുക്ക് തരികയാണ്. സ്വർഗത്തിലൂടെ സ്വർഗം തന്നുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ
നിങ്ങൾക്കെന്നും അതേ സുഖമായിരിക്കും, ആരോഗ്യമായിരിക്കും, ഒരിക്കലും നിങ്ങളിത് രോഗിയാകൂല. ഒരിക്കലും നിങ്ങൾക്കിനി മരണമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. എന്നും നിങ്ങൾ യുവാവായിരിക്കും, ഒരിക്കലും നിങ്ങൾ നരക്കൂല. കാലാകാലം എന്ന് അവിടെ വെച്ചുകൊണ്ട് ആശീർവാദമായി സ്വാഗതമരണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്താൻ അധ്വാനിക്കേണ്ടതുണ്ട്. അതിനൊരു പ്രചോദനമാകണം ഈ പരിപാടി. ഈ സമ്മേളനം അവസാനിക്കുമ്പോ അതേ ഉത്തരവാദിത്തങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട്, ബാധ്യതകളെ ഏറ്റെടുത്തുകൊണ്ട് ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന അള്ളാഹുവിന്റെ സഹായികളായി സ്വർഗത്തിൽ റബ്ബിന്റെ വിരുന്നു സ്വീകരിക്കാൻ തയ്യാറായി നല്ലവരായി ജീവിക്കാൻ വേണ്ടി പണിയെടുക്കണം. ഒരുപാട് പദ്ധതികളുണ്ട്. ഖലദത്തുൽ മുജാഹിദീൻ, അതുപോലെ തന്നെ അതിന്റെ യുവജന വിഭാഗമായ ISM-ന് ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന 23, 24 തീയതികളിൽ എറണാകുളത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിക് സെമിനാർ നടക്കുന്നുണ്ട്. മുഴുവൻ ആളുകളും, ഈ ഇടത്തനാട്ടുകരയിലെ മുഴുവൻ ചെറുപ്പക്കാരും ആ മഹത്തായ സെമിനാറിൽ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് എറണാകുളത്ത് വെച്ചുകൊണ്ട് 23, 24 നടത്തുന്ന ആ പ്രൗഢമായ സദസ്സിൽ ഈ നാട്ടിലുള്ള മുഴുവൻ യുവാക്കളും എത്തണം. അതേ അങ്ങേറ്റത്തെ താല്പര്യത്തോടെ, അങ്ങേറ്റത്തെ ഔത്സുക്യത്തോടെ അവിടെ എത്തുകയും മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വരുന്ന ജൂൺ 14 ഞായറാഴ്ച ഖുർആൻ ഹദീസ് ലേണിംഗ് വാർഷിക പരീക്ഷ നടക്കുമ്പോ നമ്മൾ ഖുർആൻ എടുത്ത് പഠിച്ചിട്ട് പങ്കെടുപ്പിക്കണം. നമ്മുടെ സഹോദരികൾ പഠിക്കണം, സഹോദരികൾ ആ പരീക്ഷയിൽ പങ്കെടുക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ സർവ്വസമയവും അള്ളാഹുവിന്റെ ആ തൃപ്തിയിലായി ചെലവഴിക്കാൻ തയ്യാറാകണേ എന്ന് ഞാൻ എന്നോടും എന്റെ സഹോദരങ്ങളോടുമുള്ള അള്ളാഹുവേ, ഈ മഹത്തായ പേരുണ്ട്. ഇവിടെ പ്രഭാഷണം നടത്തിയ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. ഇവിടെ കടന്നു വന്ന ഒരുപാട് കാരണവന്മാരുണ്ട്. അള്ളാഹുവേ, ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നാഥാ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഈ ഒത്തുചേരൽ നാളെ പാരത്രിക ലോകത്തിന് മുതൽ കൂട്ടായി നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ സ്വർഗത്തിലിരുന്നു കൊണ്ട് സന്തോഷത്തോടെ അവിടുത്തെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഈ സദസ്സിനെ സംബന്ധിച്ച് പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ തന്നനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. നീ അല്ലാതെ പൊറുക്കുന്നവനില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, നിന്നിലേക്ക് നീട്ടിയ കരങ്ങളെ നീ തട്ടുകയില്ലല്ലോ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ റഹ്മത്തും തരണേ റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിന് നീ ബർക്കത്ത് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ധാരാളം അല്ലാഹുവേ, കുടുംബസമേതം സ്വർഗത്തിലെത്താൻ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നൊക്കെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റണേ അല്ലാഹുവേ. ഞങ്ങളുടെ പോരായ്മകൾ നീ പരിഹരിച്ചു റഹ്മാനേ. ജാരിയായ അമലുകൾ ചെയ്ത് മരിച്ചു പോകുന്നവരെ ഞങ്ങളെ നീ പ്രതിഫലത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ തൃപ്തിയിൽ കഴിയാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഞങ്ങൾ ആക്കിക്കണേ.
അല്ലാഹുവേ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ കുഫറിലേക്ക് വീണുപോകുന്ന ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹു നിന്റെ കൊമ്പനിൽ നിന്ന് ഞങ്ങൾ കാത്തുരക്ഷിക്കണേ നാഥ. അല്ലാഹുവേ നിന്നെ ഓർക്കുന്ന ധന്യരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി ജീവിക്കാനും അവസാനം ആ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഖബറുകളിൽ ഞങ്ങൾ ആ ഖബർ നീ അല്ലാഹുവേ സ്വർഗത്തിന്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് സ്വർഗീയ സുഖം അനുഭവിച്ചുകൊണ്ട് ഖബറിൽ കഴിയുന്നവരായി നീ സ്വർഗപ്പൂന്തോപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളുടെ ഖബറുകൾ നീ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ട ആരെല്ലാം ഞങ്ങൾ സ്നേഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ, ഞങ്ങൾ സ്നേഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ, ഞങ്ങളെ സഹായിക്കുന്ന ആരെല്ലാം ഉണ്ടോ, ഞങ്ങൾ ആദരിക്കുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും വിശ്വാസമാക്കുകയും ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് സംഭവിച്ച ചെറുതും വലുതും ربنا تقبل تواب الرحيم ربنا في قلوبنا غلا للذين آمنوا ربنا إنك رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.